ഗുഡ് മോർണിംഗ് ഓൾ. മാസ്റ്റർ കീ അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മെഷീൻ എലമെൻ്റായ ഫ്ലൈ വീലിനെ കുറിച്ചാണ്. എന്താണ് ഫ്ലൈ വീൽ? ഫ്ലൈ വീലിൻ്റെ യൂസ് എന്താണ്? ഫ്ലൈ വീലിൻ്റെ ഡിഫറൻറ്റ് ഡിസൈൻ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്? അതിൽ യൂസ് ചെയ്യുന്ന ടേംസുകൾ എന്തൊക്കെയാണ്? എവിടെയൊക്കെയാണ് ഫ്ലൈ വീലിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്? ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സിലബസ് ഒന്ന് നോക്കാം. ഫ്ലൈ വീൽസ് ആൻഡ് ഫങ്ഷൻസ്, കമ്പാരിസൺ വിത്ത് ഗവർണേഴ്സ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്. എന്താണ് ഗവർണറും ഫ്ലൈ വീലും തമ്മിലുള്ള കമ്പാരിസൺ? ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്, ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി, എനർജി സ്റ്റോർഡ് ഇൻ ഫ്ലൈ വീൽസ്. ഇത്രയാണ് നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫ്ലൈ വീൽ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ബേസിക്കായിട്ട് ഒരു ഐഡിയ വേണം. എന്താണ് ടേണിംഗ് മൊമെൻ്റ് ഡയഗ്രാം? ടേണിംഗ് മൊമെൻ്റ് ഡയഗ്രാം ആരെയും തമ്മിലുള്ള വേരിയേഷൻ കാണിക്കുന്ന ഡയഗ്രമാണ്. അതാദ്യം പഠിക്കുക. ടേണിംഗ് മൊമെൻറ്റ് മീൻസ് ടോർക്ക്. ആരുടെ ടോർക്ക്? നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻജിനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്കാണ്. എൻജിനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റീം എൻജിനാവട്ടെ, IC എൻജിനാവട്ടെ, എൻജിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റാണ്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ വരുന്ന ടോർക്കിൻ്റെ വേരിയേഷൻ കാണിക്കുന്ന ഡയഗ്രമാണ് ടേണിംഗ് മൊമെൻ്റ് ഡയഗ്രാം. ഇതിന് T-θ ഡയഗ്രാം എന്നും പറയും, ക്രാങ്ക് എഫേർട്ട് ഡയഗ്രാം എന്നും പറയും. പല പല പേരുകളുണ്ട്. ടേണിംഗ് മൊമെൻ്റ് ഡയഗ്രാം, ക്രാങ്ക് എഫേർട്ട് ഡയഗ്രാം, T-θ ഡയഗ്രാം, ഇതെല്ലാം ടേണിംഗ് മൊമെൻ്റ് ഡയഗ്രാം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു 4 സ്ട്രോക്ക് എൻജിൻ്റെ T-θ ഡയഗ്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ പഠിക്കാം. എന്നാലും ജസ്റ്റ് ഈ ബ്ലൂ കർവ് കാണിച്ചിരിക്കുന്നത് ടോർക്കിനുണ്ടാകുന്ന വേരിയേഷനാണ്. നിങ്ങൾക്ക് 4 സ്ട്രോക്കുകളും കാണാം. വർക്കിംഗ് സ്ട്രോക്കിൽ ടോർക്ക് മാക്സിമം ആണ്. കംപ്രഷൻ സ്ട്രോക്കിൽ നെഗറ്റീവ് വർക്ക് നടക്കുന്നു. മീൻ ലൈൻ കാണാം. അപ്പോൾ ഈ റെഡ് ഞാൻ ഇപ്പോൾ വരച്ച ബ്ലൂവിൻ്റെ മുകളിൽ കൂടെ വരച്ച ആ റെഡ് ലൈനാണ് ടോർക്കിൻ്റെ വേരിയേഷൻ ഇൻ ക്രാങ്ക് ഷാഫ്റ്റ് വിത്ത് റെസ്പെക്റ്റ് ടു ക്രാങ്ക് ആംഗിൾ. ക്രാങ്ക് ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ടോർക്കിനുണ്ടാകുന്ന വേരിയേഷൻ കാണിക്കുന്ന ഡയഗ്രമാണ് T-θ ഡയഗ്രാം. ഓക്കെ, അപ്പോൾ T-θ ഡയഗ്രാം ഇറ്റ് ഈസ് പ്ലോട്ടഡ് ഓൺ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. XY പ്ലോട്ടിലാണ്. ഇവിടെ Y ആക്സിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ടേണിംഗ് മൊമെൻ്റ് അല്ലെങ്കിൽ ടോർക്കാണ്. X ആക്സിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്രാങ്ക് ആംഗിൾ ഇൻ റേഡിയൻ ആണ്. അപ്പോൾ ഇൻ വിച്ച് ടേണിംഗ് മൊമെൻ്റ് ഈസ് ടേക്കൺ ആസ് ഓർഡിനേറ്റ് ആൻഡ് ക്രാങ്ക് ആംഗിൾ ആസ് ആപ്സിസ. ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ Y ആക്സിസും ആപ്സിസ് എന്ന് പറയുന്നത് X ആക്സിസും. അപ്പോൾ ടേണിംഗ് മൊമെൻ്റ് ഡയഗ്രാം ഈസ് ഓൾസോ നോൺ ആസ് ക്രാങ്ക് എഫേർട്ട് ഓർ T-θ ഡയഗ്രാം. It is a graphical representation of turning moment or crank effort for various position of crank. അപ്പോൾ T-θ ഡയഗ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്രാങ്കിൽ കിട്ടുന്ന ടോർക്കിൻ്റെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു തീറ്റ. ഇനി ഇത് പഠിക്കാനുള്ള റീസൺ എന്താണ്? ഈ ഗ്രാഫിനെ സ്റ്റഡി ചെയ്യുമ്പോഴാണ് ഫ്ലൈ വീൽ എന്ന് പറയുന്ന ഒരു മെഷീൻ എലമെൻറ്റിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് നമുക്ക് കിട്ടാൻ പോകുന്നത്. എന്തുകൊണ്ട് ഫ്ലൈ വീൽ യൂസ് ചെയ്യേണ്ടി വരുന്നു? നമുക്ക് ആദ്യം പഠിക്കേണ്ടി വരുന്നത് ടേണിംഗ് മൊമെൻ്റ് ഡയഗ്രാം ഫോർ എ സിംഗിൾ സിലിണ്ടർ ഡബിൾ ആക്ടിങ് സ്റ്റീം എഞ്ചിൻ. സിംഗിൾ സിലിണ്ടർ, ഒറ്റ സിലിണ്ടറേ ഉള്ളൂ. സ്റ്റീം എഞ്ചിൻ സിലിണ്ടർ എന്താണ് ചെയ്യുന്നത്? അതിനകത്ത് പിസ്റ്റൺ ഉണ്ട്. സിലിണ്ടർ ഒരിടത്തുകൂടെ ഒരു വാൽവിൽ കൂടെ കയറും, എക്സ്പാൻഡ് ചെയ്യുന്നു, പിസ്റ്റൺ അങ്ങോട്ട് മൂവ് ചെയ്യിക്കുന്നു. അത് സിംഗിൾ ആക്ടിങ്. അതിൻ്റെ റിട്ടേൺ സ്ട്രോക്കിൽ വീണ്ടും അവിടുന്ന് സ്റ്റീം ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ റിട്ടേൺ ഡയറക്ഷനിലും നമ്മൾ സെൻറ്റർ വെച്ച് പറയുകയാണെങ്കിൽ IDCയും ODCയും ഇന്നർ ടു ഔട്ടറിലും നമുക്ക് പവർ കിട്ടും, ഔട്ടർ ടു ഇന്നറിലും പവർ കിട്ടും. അങ്ങനെ പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഡബിൾ ആക്ടിങ് സ്റ്റീം എഞ്ചിൻ. ഈ സ്റ്റീം എഞ്ചിനുകളെല്ലാം ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ
360 ഡിഗ്രി റൊട്ടേഷനെ എടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിവിടെ കാണാം ക്രാങ്ക് ആംഗിൾ വേരീസ് ഫ്രം 0 to 2π, 0 to 2π, അതായത് 360 ഡിഗ്രി. അപ്പോൾ ഒരു സ്ട്രോക്ക് എത്രയാണ്? ഹാഫ് റൊട്ടേഷനാണ്, പൈ. ഇതാണ് ഒരു സ്ട്രോക്ക്. നമുക്കതിനെ ഫോർവേഡ് സ്ട്രോക്ക് എന്നോ ഇതിനെ ബാക്ക്വേഡ് സ്ട്രോക്ക് എന്നൊക്കെ വിളിക്കാം, അല്ലെങ്കിൽ ഇൻ സ്ട്രോക്ക്, ഔട്ട് സ്ട്രോക്ക് എന്നൊക്കെ വിളിക്കാം. ഓക്കെ, ഇനി ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഔട്ട് സ്ട്രോക്ക്. ഔട്ട് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഇന്നർ ഡെഡ് സെൻറ്ററിൽ നിന്ന് ഔട്ടർ ഡെഡ് സെൻറ്ററിലേക്ക് പോകുന്നു. ഇപ്പോൾ ഹൊറിസോണ്ടൽ എഞ്ചിനാണ് ഇന്നർ ഡെഡ് സെൻറ്റർ, ഔട്ടർ ഡെഡ്, അതായത് ക്രാങ്കിന് അടുത്തുള്ള, ക്രാങ്ക് ഷാഫ്റ്റിന് അടുത്തുള്ള സെൻറ്ററാണ് ODC. ക്രാങ്ക് ഷാഫ്റ്റിന് ഏറ്റവും ദൂരെ ഉള്ളതാണ് IDC, ഇന്നർ ഡെഡ്. അപ്പോൾ ഇന്നറിൽ നിന്ന് ഔട്ടറിലേക്ക് പോകുന്നു. അപ്പോൾ പിസ്റ്റൺ അങ്ങോട്ടേക്ക് തള്ളുകയാണ്, അപ്പോൾ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യും. ആ ഇന്നർ ടു ഔട്ടർ സ്ട്രോക്കാണ് ഈ 0 to P, OGP കാണിച്ചേക്കുന്നത്. 0 അല്ല, O. ടേണിംഗ് മൊമെൻറ്റ് ഈസ് മാക്സിമം ആൻഡ് ക്രാങ്ക് ആംഗിൾ ഈസ്, അപ്പോൾ അതാ 90, ഏകദേശം 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി വരുമ്പോഴാണ് ടേണിംഗ് മൊമെൻറ്റ് ഏറ്റവും മാക്സിമം ജിയിലെത്തുന്നത്. എന്നിട്ട് വീണ്ടും ഡിക്രീസ് ചെയ്ത് പോകുന്നു. അടുത്ത റിട്ടേൺ സ്ട്രോക്കാണ്, അല്ലെങ്കിൽ ഔട്ട് സ്ട്രോക്കാണ്, ഇൻ സ്ട്രോക്കാണ്. ആ ഇൻ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഔട്ടർ ഡെഡ് സെൻറ്ററിൽ നിന്ന് ഇന്നർ ഡെഡ് സെൻറ്ററിലേക്ക് പോകുന്നു. ഡബിൾ ആക്ടിങ് ആയതുകൊണ്ട് അവിടെയും പവർ കിട്ടും. വീണ്ടും ഒരു പീക്ക്. അപ്പോൾ പീക്ക് എന്ന് കാണിക്കുന്നത് കാരണം ഇവിടെ K ആണ് പീക്ക്. നമുക്ക് ഇത്രയും ഏരിയ കിട്ടുന്നു. ക്യൂവിലെത്തുമ്പോഴത്തേക്ക് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി, വീണ്ടും ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. വീണ്ടും ഇനി നമുക്ക് പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് പോയിന്റ്സ് ABCD ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഡ്യൂറിങ് ഔട്ട് സ്ട്രോക്ക് ദ ടേണിംഗ് മൊമെൻറ്റ് ഈസ് മാക്സിമം വെൻ ദി ക്രാങ്ക് ആംഗിൾ ഈസ് ലിറ്റിൽ ലെസ് ദാൻ 90. നമ്മൾ ആൾമോസ്റ്റ് 90 എന്ന് എടുക്കുന്നു. ആൻഡ് 0 വെൻ ദി ക്രാങ്ക് ആംഗിൾ ഈസ് 0 ആൻഡ് 180. 0-ലും 180-ലും ക്രാങ്ക് ആംഗിൾ 0. എ സംവാട്ട് സിമിലർ ടേണിംഗ് മൊമെൻറ്റ് ഡയഗ്രാം ഈസ് ഒബ്റ്റെയിൻഡ് ഡ്യൂറിങ് ദി ഇൻ സ്ട്രോക്ക്. അതായത് ഔട്ടറിൽ നിന്ന് ഇന്നറിലേക്കുള്ള മോഷനിലും ഏകദേശം പീക്ക് അങ്ങനെ തന്നെ കിട്ടുന്നു. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഏരിയ ഓഫ് ടേണിംഗ് മൊമെൻറ്റ് ഡയഗ്രാം എന്ത് തരുന്നു. നമുക്കിതാ ഇത്ര ഏരിയ പ്ലസ് ഈ ഏരിയ ഓഫ് ടേണിംഗ് മൊമെൻറ്റ് ഡയഗ്രാം ഗീവ്സ് വർക്ക് ഡൺ ഇൻ എ സൈക്കിൾ. ഒരു സൈക്കിളിലെ ടേണിംഗ് മൊമെൻറ്റ് ഡയഗ്രമായി വരച്ചേക്കുന്ന. അപ്പോൾ ഒരു സൈക്കിളിലെ ടേണിംഗ് മൊമെൻറ്റ് ഡയഗ്രാം എടുത്തിട്ട് അതിൻ്റെ താഴെയുള്ള ഏരിയ എടുക്കുകയാണെങ്കിൽ will be equal to the work done is work. അപ്പോൾ അങ്ങനെ എടുക്കാനുള്ള കാരണം വർക്ക് എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രോഡക്റ്റ് ആണ്? പ്രോഡക്റ്റ് ഓഫ് ടേണിംഗ് മൊമെൻറ്റ് ആൻഡ് W ഈക്വൽ ടു T ഇൻറ്റു തീറ്റയാണ്. നമ്മൾ F ഈസ് ഈക്വൽ ടു ലീനിയർ മോഷനിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് എടുക്കുന്നത് പോലെ റൊട്ടേഷനിൽ ടോർക്ക് ഇൻറ്റു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, അതാണ് വർക്ക്. അപ്പോൾ ഏരിയ അണ്ടർ, ഫസ്റ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഏരിയ അണ്ടർ T തീറ്റ ഡയഗ്രാം ഗീവ്സ് വർക്ക് ഡൺ പെർ സൈക്കിൾ. ഒരു സൈക്കിൾ വരെയുള്ള T തീറ്റ ഡയഗ്രത്തിൻ്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ടു വർക്ക് ഡൺ. പ്രപ്പോർഷണൽ ടു വർക്ക് ഡൺ എന്ന് പഠിക്കേണ്ട, നിങ്ങൾ ഏരിയ എന്ന് പറയുന്നത് വർക്ക് ഡൺ ആയിട്ട് തന്നെ പഠിക്കുക. ഇനി മീൻ ടോർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതാണ്ടേ ഈ ലൈൻ, ഇവിടെ വരച്ചേക്കുന്ന ലൈനാണ് T മീൻ. അതായത് ത്രൂ ഔട്ട് ഒരേ ടോർക്ക് ആയിരുന്നെങ്കിൽ, ടോർക്ക് വേരി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ത്രൂ ഔട്ട് ഒരേ ടോർക്ക് ആയിരുന്നെങ്കിൽ എത്ര ആയിരുന്നു എൻജിൻ തരുന്ന ടോർക്ക്, അതിനെയാണ് മീൻ ടോർക്ക് എന്ന് പറയുന്നത്. ദ മീൻ ടോർക്ക് എഗെയിൻസ്റ്റ് ദി വിച്ച് ദി എൻജിൻ വർക്ക്. അപ്പോൾ എൻജിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ റെസിസ്റ്റീവ് ടോർക്ക്, അതായത് എൻജിൻ വർക്ക് ചെയ്യുന്നത് ഒരു റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാനാണ്. ആ ഓവർകം ചെയ്യുന്ന റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ടോർക്ക്, റെസിസ്റ്റീവ് ടോർക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതാണ് എൻജിനിലേക്ക് ലോഡായിട്ട് വരുന്നത്. അതെന്ന് പറയുന്നത് എൻജിൻ ജനറേറ്റ് ചെയ്യുന്ന ടോർക്കിന് ഈക്വൽ തന്നെ ആയിരിക്കും. അപ്പോൾ മീൻ ടോർക്ക് എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഏരിയ എന്താണ്? വർക്ക് ഡൺ ആണ്, ഡിവൈഡഡ് ബൈ ആംഗിൾ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടുന്ന് ഇവിടം വരെയുള്ള ആംഗിൾ എത്രയാണ്? 2π. ഇപ്പോൾ 2π ആംഗിൾ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? OE എന്ന് പറയുന്നതാണ് T മീൻ. ഈ OE എന്ന് പറഞ്ഞാൽ
മീൻ ടോർക്ക് OE ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ 2π. ടോട്ടൽ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ, അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്? മീൻ ടോർക്ക് അവിടെ ആക്ട് ചെയ്യുന്നു. അപ്പോൾ എൻജിനിൽ നിന്ന് കിട്ടുന്ന ടോർക്ക് വേരിയിങ് ആണ്, എൻജിനിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന ടോർക്ക് കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓക്കെ, എൻജിൻ്റെ ഔട്ട്പുട്ടിൽ എപ്പോഴും മീൻ ടോർക്ക് വേണം. പക്ഷേ എൻജിൻ എപ്പോഴും ജനറേറ്റ് ചെയ്യുന്ന ടോർക്ക് ചില സമയത്ത് മീൻ ടോർക്കിനേക്കാളും കൂടുതലാണ് എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക്. അതാണ് ഈ സ്ഥലത്ത്. പക്ഷേ ഈ സ്ഥലത്തോ ഇവിടെ എത്തുമ്പോഴോ എൻജിന് അല്ലെങ്കിൽ എൻജിന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ട, അല്ലെങ്കിൽ എൻജിന് വർക്ക് ചെയ്യേണ്ടി വരുന്ന ടോർക്കിനേക്കാളും കുറവാണ് ഈ B മുതൽ C വരെയുള്ള. കാരണം ടോർക്ക് ഡിക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ടോർക്ക് എൻജിൻ്റെ ഔട്ട്പുട്ടിലുള്ള ടേണിംഗ് മൊമെൻറ്റ് മീൻ ടോർക്കിനേക്കാളും കൂടിയ വരുന്ന കേസുമുണ്ട്, മീൻ ടോർക്കിനേക്കാൾ കുറഞ്ഞ വരുന്ന കേസുമുണ്ട്. അപ്പോൾ OE എന്താണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഇസ് ദി മീൻ ടോർക്ക് ആൻഡ് ഇസ് ദി മീൻ ഹൈറ്റ് ഓഫ് ദി ടേണിംഗ് മൊമെൻറ്റ്. അപ്പോൾ ഈ ഇറഗുലർ ഏരിയ ഉള്ള സാധനത്തിനെ ഒരു റെക്റ്റാങ്കുലർ പീസാക്കി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എന്ത് വരും? അതാണ് മീൻ ടോർക്ക്. അപ്പോൾ ഈ ഇറഗുലർ ഷേപ്പിനെ ഞാൻ ഒരു റെഗുലർ ഷേപ്പാക്കി മാറ്റി, ആ ഹൈറ്റാണ് മീൻ ടോർക്ക്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കേസ്, ടേണിംഗ് മൊമെൻറ്റ് ഈസ് പോസിറ്റീവ്. ടേണിംഗ് മൊമെൻറ്റ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വെൻ ദി എൻജിൻ ടോർക്ക് ഈസ് മോർ ദാൻ ദി മീൻ റെസിസ്റ്റിംഗ് ടോർക്ക്. അപ്പോൾ നമ്മൾ ആ ബാക്കിലത്തെ ഫിഗർ എടുക്കാം. അതാണ്ട് ഈ ഏരിയ ഇവിടെ എന്താണ്? മീൻ ടോർക്കിനേക്കാളും കൂടുതലാണ് എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക്. അപ്പോൾ എന്ത് ചെയ്യും? ടോർക്ക്, ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ടോർക്ക്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന ആരാണ്? ക്രാങ്ക് ഷാഫ്റ്റിനെയാണ്. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് ടോർക്ക് കൂടുതൽ വരുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് കൂടിയ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. ആ ക്രാങ്ക് ഷാഫ്റ്റ് ആക്സിലറേറ്റ് ചെയ്യുന്നു. അതായത് സ്റ്റീം വർക്ക് ചെയ്യുന്നു. വർക്ക് ഈസ് ഡൺ ബൈ ദി സ്റ്റീമാണ് ഈ റൊട്ടേഷന് കാരണമാകുന്നത്, ഈ ഇൻക്രീസിന് കാരണമാകുന്നത്. അപ്പോൾ വെൻ ദി ടേണിംഗ് മൊമെൻറ്റ് ഈസ് പോസിറ്റീവ്, അതായത് സർപ്ലസ് ടോർക്ക് ഈസ് ജനറേറ്റഡ്. വെൻ ദി എൻജിൻ ടോർക്ക് ഈസ് മോർ ദാൻ ദി മീൻ ടോർക്ക്, ദ ക്രാങ്ക് ഷാഫ്റ്റ് ആക്സിലറേറ്റ്. ഇനി തിരിച്ച് സംഭവിക്കും. വെൻ ദി ടേണിംഗ് മൊമെൻറ്റ് ഈസ് നെഗറ്റീവ്, ടേണിംഗ് മൊമെൻറ്റ് നെഗറ്റീവ് വരിക എന്ന് പറഞ്ഞാൽ ഈ കേസ് ഇവിടെ ഈ കേസ് എന്താണ്? H മുതൽ H നിന്ന് P എത്തി J എത്തുന്നവരെ ഈ കേസ്. അവിടെ മീൻ ടോർക്കിനേക്കാളും താഴെയാണ് എൻജിൻ ജനറേറ്റ് ചെയ്യുന്ന ടോർക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ടോർക്ക് കുറഞ്ഞു, ഷാഫ്റ്റിൽ കിട്ടുന്ന ടോർക്ക് കുറയുന്നു. ഷാഫ്റ്റിൽ കിട്ടുന്ന ടോർക്ക് കുറയുമ്പോൾ എൻജിൻ്റെ സ്പീഡ് കുറയുന്നു. അതായത് ക്രാങ്ക് ഷാഫ്റ്റ് റിട്ടാർഡേഷൻ നടക്കുന്നു. അപ്പോൾ റിട്ടാർഡേഷൻ നടക്കുമെന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റീമിലേക്ക് വർക്ക് ഡൺ ഓൺ ദ സ്റ്റീമാണ്. മറ്റേ വർക്ക് ഡൺ ബൈ ദ സ്റ്റീമാണ്, ഇത് വർക്ക് ഡൺ ഓൺ ദ സ്റ്റീം. സ്റ്റീമിലേക്ക് വർക്ക് ചെയ്യുകയാണ്. സ്റ്റീമിന് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു, സ്റ്റീമിനെ വർക്ക് ചെയ്ത്. അപ്പോൾ അത് എൻ്റെ ആകുമ്പോഴത്തേക്ക് സ്റ്റീമിനെ തള്ളിക്കളയണം. അകത്തുള്ള സ്റ്റീമിൽ നിന്ന് കിട്ടാവുന്ന വർക്കെല്ലാം കിട്ടിക്കഴിഞ്ഞു, തള്ളിക്കളയുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റീമിലേക്ക് വർക്ക് ചെയ്യുകയാണ്. ഇനി അപ്പോൾ നോക്കിയേ, നമുക്ക് ആവശ്യത്തിനേക്കാളും കൂടിയ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഷാഫ്റ്റ് ആക്സിലറേറ്റ് ചെയ്തു പോകുന്നു. ആവശ്യത്തിനേക്കാളും കുറഞ്ഞ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ റിട്ടാർഡേഷൻ സംഭവിക്കുന്നു. ആ ഷാഫ്റ്റിൻ്റെ സ്പീഡിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവുകയാണ്. ഒരു സൈക്കിളിൽ തന്നെ സ്പീഡ് കൂടുന്നു, കുറയുന്നു. ഈ ടോർക്ക് കൂടുന്നതും കുറയുന്നതനുസരിച്ച് എൻജിൻ്റെ റൊട്ടേഷൻ സ്പീഡും ഇൻ എ സൈക്കിൾ കൂടുകയും കുറയുകയും ചെയ്യുന്നു. അത് അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിലൊരു യൂണിഫോം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു ഫ്ലൈ വീലിനെ പ്ലേസ് ചെയ്യുന്നു. ഈ ഒരു ഡ്രോബാക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലൈ വീലിനെ പ്ലേസ് ചെയ്യുന്നത്. ഇനി ഫ്ലൈ വീൽ എന്താ പ്ലേസ് ചെയ്താലുള്ള ഗുണം എന്താണ്? ഇഫ് എ ഫ്ലൈ വീൽ ഈസ് അറ്റാച്ച്ഡ് ടു എ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ എൻഡിൽ, അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ ഒരു എൻജിൻ എടുക്കുകയാണെങ്കിൽ
നമുക്ക് പ്രത്യേകിച്ചൊരു ചില കേസുകളിൽ ഫ്ലൈ വീൽ ഏതാണെന്ന് പ്രത്യേകിച്ച് നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ ചില എഞ്ചിനുകൾക്ക് വലിയ സൈസ് ഓഫുള്ള ഫ്ലൈ വീൽ കാണും, അവിടെ നമുക്ക് ഐഡൻറ്റിഫൈ. ചിലത് ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കൂടെ ഉള്ള ചെറിയ മാസുകളെല്ലാം കൂടെ തന്നെയാണ് ഈ ഫ്ലൈ വീലായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലൈ വീൽ എന്ത് ചെയ്യുന്നു? ഇറ്റ് സ്റ്റോർസ് എനർജി. ഫ്ലൈ വീൽ ആക്ട് എസ് എ എനർജി റിസർവോയർ. എങ്ങനെ? നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ എനർജി ആര് പ്രൊഡ്യൂസ് ചെയ്തു? സർപ്ലസ് സമയത്ത്, അതായത് പോസിറ്റീവ് മൊമെൻ്റ് വരുന്ന സ്ഥലത്ത്. എന്നിട്ട് നെഗറ്റീവ് വരുന്ന സമയത്ത്, ടേണിംഗ് മൊമെൻറ്റ് നെഗറ്റീവ് വരുന്ന സമയത്ത് ഈ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന എനർജിയെ റിലീസ് ചെയ്യുന്നു. അതാര് ചെയ്യുന്നോളും? ഫ്ലൈ വീൽ ചെയ്തോളും. അപ്പോൾ ഇഫ് എ ഫ്ലൈ വീൽ ഈസ് അറ്റാച്ച്ഡ് ടു ദി ക്രാങ്ക് ഷാഫ്റ്റ്, ഇറ്റ് സ്റ്റോർസ് എനർജി വെൻ ദി ടേണിംഗ് മൊമെൻറ്റ് ഈസ് പോസിറ്റീവ് ആൻഡ് റിലീസസ് ദി എനർജി, സ്റ്റോർഡ് എനർജി, വെൻ ദി ടേണിംഗ് മൊമെൻറ്റ് ഈസ് നെഗറ്റീവ്. അപ്പോൾ സർപ്ലസ് വരുമ്പോൾ സ്റ്റോർ ചെയ്യുന്നു, ഡിമാൻഡ് കൂടി സപ്ലൈ കുറയുമ്പോൾ അതിനെ റിലീസ് ചെയ്യുന്നു. ദിസ് റെഡ്യൂസസ്, ഇത് കാരണം എന്ത് സംഭവിക്കുന്നു? ദിസ് റെഡ്യൂസസ് ദി ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സ്പീഡിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ കുറയുന്നു. ദസ് ദ ഫ്ലക്ച്വേഷൻ ഓഫ് ടോർക്ക്. നമുക്ക് ഫ്ലക്ച്വേഷൻ ഓഫ് ടോർക്കും റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഫ്ലൈ വീലിൻ്റെ യൂസ് എന്താണ്? നമുക്ക് എഞ്ചിനിൽ നിന്ന് കിട്ടുന്ന ടോർക്കിൻ്റെ വേരിയേഷൻ മാറ്റാൻ ഒരു ചാൻസും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എഞ്ചിൻ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സർപ്ലസ് ആയിട്ട് വരുന്ന എനർജിയെ ഡിമാൻഡ് കുറഞ്ഞിരിക്കുമ്പോൾ സ്റ്റോർ ചെയ്യുന്നു. ആ സ്റ്റോർ ചെയ്ത എനർജിയെ ഡിമാൻഡ് കൂടുമ്പോൾ റിലീസ് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് ഒരു ഫ്ലൈ വീൽ ചെയ്യുന്നത്. അപ്പോൾ ഫ്ലൈ വീൽ ആക്ട് എസ് എ എനർജി റിസർവോയർ. പക്ഷേ ഗവർണർ അതാണോ ചെയ്യുന്നത്? ഗവർണർ പെർ സൈക്കിൾ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഫ്ലൈ വീൽ ഓരോ സൈക്കിളിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഗവർണർ വർക്ക് ചെയ്യുന്നത് എക്സ്റ്റേണൽ ലോഡിൻ്റെ വേരിയേഷൻ കാരണം എൻജിൻ്റെ സ്പീഡിൽ മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗവർണറിൻ്റെ ഡ്യൂട്ടി. ഫ്ലൈ വീലോ എക്സ്റ്റേണൽ ലോഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്താണ് ചെയ്യുന്നത്? എൻജിൻ്റെ അകത്ത് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലെ വ്യത്യാസം കാരണം അവിടെ നമുക്ക് ഷാഫ്റ്റിൻ്റെ സ്പീഡ് കുറയുകയും കൂടുകയും ചെയ്യുന്നു. ആ ഫ്ലക്ച്വേഷനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ആര് യൂസ് ചെയ്യുന്നത്? ഫ്ലൈ വീൽ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്ലൈ വീല് ഫങ്ഷൻ വേറെയാണ്, ഗവർണറിൻ്റെ ഫങ്ഷൻ വേറെയാണ്. വെൻ ദ ക്രാങ്ക് ഈസ് അറ്റ് ബി, നമുക്ക് നോക്കാം ഓരോ പോയിന്റ് ഇതാ നോക്കാം. പോയിന്റ് ബി എന്ന് പറയുന്നതാണ് ഈ പോയിന്റ്. ക്രാങ്ക് ബിയിലെത്തുമ്പോൾ നോക്കുക, ഇത്രയും സർപ്ലസ് എനർജി ആയിരുന്നു, സർപ്ലസ് എനർജിയാണ്. അത് ആരിലേക്ക് സ്റ്റോർ ചെയ്യും? ഫ്ലൈ വീലിലേക്ക് സ്റ്റോർ ചെയ്യും. ഫ്ലൈ വീലിലേക്ക് എനർജി വന്നു കഴിഞ്ഞാൽ അത് എനർജി സ്റ്റോർ ചെയ്യുന്ന കൈനറ്റിക് എനർജി ആയിട്ടാണ്. കൈനറ്റിക് എനർജി തന്നെ ലീനിയർ കൈനറ്റിക് എനർജി ഉണ്ട്, റൊട്ടേഷൻ കൈനറ്റിക് എനർജി ഉണ്ട്. ഫ്ലൈ വീൽ ചെയ്യുന്ന റൊട്ടേഷനാണ്. അപ്പോൾ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആയിട്ട് സ്റ്റോർ ആകും ഈ സർപ്ലസ് ആയിട്ടുള്ള എനർജി. വെൻ ദി ക്രാങ്ക് ഈസ് അറ്റ് ബി, ക്രാങ്ക് ബിയിലെത്തുമ്പോൾ ദ ഫ്ലൈ വീൽ ഹാസ് അബ്സോർബ്ഡ്, അതാണ് ഇത്രയും ഞാൻ ഈ ഹാച്ച് ചെയ്തേക്കുന്ന അത്രയും എനർജി ഹാസ് മൂവ്ഡ് ഫ്രം എ ടു ബി. ദെയർബൈ ക്രാങ്ക് എയിൽ നിന്ന് ബി വരെ എത്തുമ്പോഴുള്ള അത്രയും സർപ്ലസ് എനർജി ഫ്ലൈ വീൽ അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് ആ സമയത്ത് എൻജിൻ്റെ സ്പീഡ് മാക്സിമം ആണ്. അപ്പോൾ ഫ്ലൈ വീൽ എത്ര എനർജി സ്റ്റോർ ചെയ്തു? ഫ്ലൈ വീൽ എനർജി സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൈ വീലിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ഫ്ലൈ വീൽ എനർജി സ്റ്റോർ ചെയ്യുമ്പോൾ ഫ്ലൈ വീലിൻ്റെ എനർജി ഇൻക്രീസ് ചെയ്യുന്നു, സ്പീഡ് കൂടുന്നു. ഇനി സി എത്തിയെന്ന് വിചാരിക്കുക. സി താണ്ട എച്ചിന്ന് സി, ഇത് ഇത്രയും പോർഷൻ എന്താണ് സംഭവിക്കുന്നത്? നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് വരുമ്പോഴത്തേക്ക് ഈ എനർജി എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ അത് അറ്റ് സി ഇതാണ്ട് ഇവിടെ എച്ചിന്ന് പിന്ന് ജെ, അതാണ് സിയിലെത്തി. ഫ്ലൈ വീൽ ഹാസ് ഗിവൺ ഔട്ട് എനർജി വൈൽ ദി ക്രാങ്ക് ഹാസ് മൂവ്ഡ് ഫ്രം ബി ടു സി. ബിന്ന് സിയിലേക്ക് എത്തിയപ്പോൾ ഇതാണ്ട് ഇവിടെ നെഗറ്റീവാണ്, മീൻ ടോർക്കിനേക്കാളും താഴെയാണ് ടോർക്ക് ലൈൻ. അപ്പോൾ നെഗറ്റീവാണ്, സ്റ്റോർ ചെയ്ത എനർജി എല്ലാം ഈ സമയത്ത് കൊടുത്തു. ദസ് ദി എൻജിൻ ഹാസ് മിനിമം സ്പീഡ് കുറഞ്ഞു. അപ്പോൾ മാക്സിമം എനർജി സ്റ്റോർ ചെയ്യുമ്പം എൻജിൻ്റെ സ്പീഡ്, ഫ്ലൈ വീലിൻ്റെ സ്പീഡ് മാക്സിമം ആയിരിക്കും.
അതിൻ്റെ മിനിമം റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ എനർജി കുറയുന്നു, സ്പീഡ് കുറയുന്നു. ഇനി ഡബിൾ ആക്ടിങ് വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും ഒരു പവർ സ്ട്രോക്ക് കൊണ്ട് വരുന്നുണ്ട്. ഡിയിലെത്തുമ്പോൾ വീണ്ടും മാക്സിമം എനർജി എത്തും, എയിലെത്തുമ്പം മിനിമം എനർജി എത്തും. സിമിലർലി എൻജിൻ സ്പീഡ് ഈസ് അഗെയിൻ ഈസ് മാക്സിമം അറ്റ് ഡി ആൻഡ് മിനിമം അറ്റ് എ. ഇതാണ് ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം ഓഫ് എ സിംഗിൾ സിലിണ്ടർ ഡബിൾ ആക്ടിങ് സ്റ്റീം എൻജിൻ. ഓക്കെ, അപ്പോൾ ഫ്ലൈ വീൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്ലക്ച്വേഷൻ്റെ എമൗണ്ട് കുറയ്ക്കാം. ഇപ്പോൾ ഈ സ്പീഡിനുണ്ടാകുന്ന ചേഞ്ച് കുറയ്ക്കാം. ഇനി സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എൻജിൻ. സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എൻജിൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എൻജിൻ, അതിൽ ബൈക്കിൻ്റെ എൻജിൻ ഈസ് എ സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എൻജിനാണ്. അതിലെന്തൊക്കെ സ്ട്രോക്കാണുള്ളത് നോക്കിയേ. സക്ഷൻ സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, എക്സ്പാൻഷൻ, വർക്കിംഗ് അല്ലെങ്കിൽ കമ്പഷൻ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ലാസ്റ്റ് സ്ട്രോക്ക് എക്സോസ്റ്റ് സ്ട്രോക്ക്. ഇവിടെ നോക്കുക, കഴിഞ്ഞ തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞ സ്റ്റീം എൻജിനിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ മതിയായിരുന്നു. ഇവിടെയോ 2 റെവല്യൂഷൻ വേണം, അതായത് 4 സ്ട്രോക്ക് വേണം. അവിടെ 2 സ്ട്രോക്ക് മതിയായിരുന്നു. ഒരു സ്ട്രോക്ക് മീൻ ചെയ്യുന്നത് ഒരു പിസ്റ്റണിൻ്റെ മോഷൻ, അതായത് 180 ഡിഗ്രി ഓഫ് ക്രാങ്ക് റൊട്ടേഷൻ. ഇവിടെ 4 180 ഡിഗ്രി വേണം, അതായത് 720 ഡിഗ്രി വേണം. 720 എന്ന് പറഞ്ഞാൽ 2 റൊട്ടേഷൻ വേണം. ഇനി നോക്കുക, ഇവിടെ വേരിയേഷൻ എങ്ങനെയാണ്. സക്ഷനകത്ത് ഒരു ഓൾമോസ്റ്റ് പോർഷനും നെഗറ്റീവാണ്, പിന്നെ കുറച്ച് പോസിറ്റീവായിട്ട് മാറുന്നു, പിന്നെ ഫുള്ള് നെഗറ്റീവാണ്, ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ ഓൾമോസ്റ്റ് എക്സോസ്റ്റ് ഓൾമോസ്റ്റ് നെഗറ്റീവാണ്, കുറച്ച് പോസിറ്റീവാണ്. ഓക്കെ, ഇൻ കേസ് ഓഫ് എ 4 സ്ട്രോക്ക് ഇൻറ്റേർണൽ IC എഞ്ചിനാണ്, the diagram repeats itself after every 2 revolution instead of 1 revolution for a steam engine. സൈക്കിള് 1 റെവല്യൂഷൻ ആണ്. 4 സ്ട്രോക്കിൽ സൈക്കിള് 2 റെവല്യൂഷൻസ് ആണ്. For the majority of the suction stroke, the turning moment is negative. During compression stroke, it is totally negative. It is positive throughout the expansion stroke and again negative most of the exhaust stroke. അപ്പോൾ ഇവിടെ നമുക്ക് മീൻ ടോർക്ക് കണ്ടുപിടിച്ചെടുക്കാം. മീൻ ടോർക്ക് ഏകദേശം ഇതായിരിക്കും, ഏകദേശം ടി മീൻ കിട്ടാൻ പോകും. ഓക്കെ, അപ്പോൾ ഏകദേശം ഷേപ്പ് പഠിച്ചു വെച്ചേക്കുക. ഇനി ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം ഫോർ മൾട്ടി സിലിണ്ടർ എൻജിൻ. മൾട്ടി സിലിണ്ടർ എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സിലിണ്ടർ. ഇപ്പോൾ 4 സിലിണ്ടർ എൻജിൻ, 3 സിലിണ്ടർ എൻജിൻ. ഇതിപ്പോൾ കാണിച്ചേക്കുന്ന ഒരു 3 സിലിണ്ടർ എൻജിനാണ്. 3 സിലിണ്ടേഴ്സ് ഉണ്ട്. നോക്കുക, സിംഗിൾ സിലിണ്ടർ എൻജിൻ്റെ കണക്ക് അത്രമാത്രം ഫ്ലക്ച്വേഷൻ ഇല്ല ഈ കേസിൽ. ടോർക്ക് ഏകദേശം സ്മൂത്തായിട്ട് ചെറിയ വേരിയേഷൻ. അതാണ് ഇത് മീൻ ടോർക്ക് ലൈനാണ്, ഇത് ടി മീനാണ്. അവിടുന്ന് കുറച്ച് കൂടുന്നുണ്ട് കുറയുന്നുണ്ട്. പക്ഷേ കമ്പയർഡ് ടു സിംഗിൾ സ്ട്രോക്ക് നോക്കിയേ, വേരിയേഷൻ ഈസ് വെരി ഹൈ. അതാണ്ട് ഇവിടെ വലിയ രീതിയിലുള്ള ഹൈക്കാണ്, അല്ലെങ്കിൽ ഒരു ഇൻക്രീസാണ് അവിടെ ഉണ്ടായത്. ഇവിടെ കുറയുന്നുണ്ട്, പക്ഷേ അത്രമാത്രം വേരിയേഷൻ എവിടെ ഇല്ല, മൾട്ടി സിലിണ്ടറില്ല. അപ്പം എവിടെ വേരിയേഷൻ കുറവാണോ, അതായത് ഫ്ലക്ച്വേഷൻ ഓഫ് ടോർക്ക് അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് കുറവാണോ, അവിടെ ഫ്ലൈ വീലിൻ്റെ നെസസിറ്റി കുറയുകയാണ്. എവിടെ ഫ്ലക്ച്വേഷൻ കൂടുതലാണോ അവിടെ ഫ്ലൈ വീലിന് വളരെയധികം ഇമ്പോർട്ടൻസ് വരുന്നു. അവിടെ ഫ്ലൈ വീല് നമുക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മെഷീൻ എലമെൻ്റാണ്. ഇവിടെ ഫ്ലൈ വീലിൻ്റെ സൈസ് വളരെ, അല്ലെങ്കിൽ ഫ്ലൈ വീൽ ഇല്ലെങ്കിലും അത് നല്ല സ്മൂത്താണെങ്കിൽ ഫ്ലൈ വീലിൻ്റെ ആക്ഷൻ നമുക്ക് അവിടെ ആവശ്യമില്ല. ഇവിടെ ഫ്ലൈ വീലിൻ്റെ സൈസ് കുറച്ച് മതി. അപ്പോൾ ഇത് ഒരു മൾട്ടി സിലിണ്ടർ എഞ്ചിനാണ്. സിലിണ്ടറിൻ്റെ എണ്ണം കൂടുന്തോറും ഇതിൻ്റെ സ്മൂത്ത്നെസ് കൂടിക്കൊണ്ടിരിക്കും കർവിൻ്റെ. ഇനി എന്താണ് ഫ്ലൈ വീൽ? ഇപ്പോൾ ഫ്ലൈ വീൽ നിങ്ങൾ ഓട്ടോമൊബൈലിൽ കണ്ടിട്ടുള്ളൊരു ഫ്ലൈ വീലാണിത്. ഫ്ലൈ വീൽ ഇപ്പോൾ എൻജിൻ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ ആദ്യം ആരെയാണ് കറക്കുന്നത്? ഫ്ലൈ വീലിനെയാണ് കറക്കുന്നത്. ബെൻഡിക്സ് മോട്ടർ എന്നൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ മോട്ടർ വെച്ച് കറക്കുന്നതൊക്കെ ഈ ഫ്ലൈ വീലിനെയാണ്. അപ്പോൾ ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് മാസ് ആണ്, ഒരു ഹെവി മാസാണ് ഇൻ ദി ഫോം ഓഫ് എ ഡിസ്ക്.
ചിലത് ഡിസ്ക് ആയിരിക്കും, ചിലത് റിം ടൈപ്പ്. നിങ്ങൾ ലാബിലൊക്കെ ചെയ്തിട്ടുള്ള മറ്റേ ടെസ്റ്റ് റിഗിലെ ലാബിലൊക്കെ വരുന്നത് ഈ റിം ടൈപ്പാണ്. ഡിസ്ക് ടൈപ്പ് ഫ്ലൈ വീലുകളും ഉണ്ട്, റിം ടൈപ്പ് ഫ്ലൈ വീലുകളും ഉണ്ട്. അപ്പോൾ എന്താണ് ഫ്ലൈ വീൽ? ഫ്ലൈ വീൽ ആക്ട് ആസ് എ റിസർവോയർ, എനർജി റിസർവോയർ. ഫ്ലൈ വീൽ യൂസ്ഡ് ഇൻ മെഷീൻസ് സെർവ്സ് ആസ് എ റിസർവോയർ which stores energy during the period when the supply of energy is more than the requirement. അപ്പോൾ സ്റ്റോർസ് എനർജി സ്റ്റോർ ചെയ്യുന്നു എപ്പോൾ? when the supply of energy is more than the requirement നമുക്ക് ഡിമാൻഡ് ഉള്ളതിനേക്കാളും എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യും. ആൻഡ് റിലീസസ് ഇറ്റ്, എപ്പോൾ റിലീസ് ചെയ്യുന്നു? അത് എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല, റിലീസ് ചെയ്യേണ്ടി വരും. എപ്പോൾ? നമുക്ക് എനർജി കൂടുതലായിട്ട്, സപ്ലൈയേക്കാൾ കൂടുതൽ എനർജി വേണ്ടപ്പോൾ ഫ്ലൈ വീൽ. ഇപ്പോൾ ഫ്ലൈ വീൽ നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാം? ഫ്ലൈ വീൽ നിങ്ങൾ ഓർക്കുക, എനർജി പ്രൊഡക്ഷനും യൂസ് ചെയ്യാം, എനർജി കൺസപ്ഷനിലും യൂസ് ചെയ്യാം. എനർജി പ്രൊഡക്ഷൻ നമ്മളിപ്പോൾ പഠിക്കുന്ന IC എഞ്ചിൻ എനർജി പ്രൊഡക്ഷനാണ്. അവിടെ നമുക്ക് ഫ്ലൈ വീലിൻ്റെ ആവശ്യമുണ്ട്. എല്ലാ എനർജി പ്രൊഡക്ഷനിലും ഫ്ലൈ വീൽ വേണോ? വേണ്ട. ടർബൈൻസിൽ അവിടെയും റൊട്ടേഷനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ ഈ പെട്ടെന്നുള്ള എനർജിക്കുള്ള സർജിങ് ഒന്നുമില്ല, അത് കണ്ടിന്യൂസ് മോഷനാണ്. അവിടെ ഫ്ലൈ വീലിൻ്റെ ആവശ്യം നമുക്കില്ല. ഫ്ലൈ വീല് ടർബൈൻസുകളിൽ ഗ്യാസ് ടർബൈൻസ് ആവട്ടെ, ഹൈഡ്രോളിക് ടർബൈൻസ് ആവട്ടെ, അവിടെയൊക്കെ ഫ്ലൈ വീലിൻ്റെ യൂസ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഇനി എനർജി കൺസപ്ഷൻ, എനർജി യൂസ് ചെയ്യുന്നു എപ്പോഴാ? നേരെ തിരിച്ച് ചിന്തിക്കുക. ഒരു ചെറിയ, നമുക്ക് എൻജിനിൽ എന്താ സംഭവിക്കുന്നത്? ചെറിയ സമയത്തേക്ക് വലിയ എനർജി വരുന്നു, ആവശ്യമുള്ളതിലും കൂടുതൽ എനർജി വരുന്നു, അവിടെ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരും. ഇനി കൺസപ്ഷൻ എങ്ങനെയാണ്? ഒരു ചെറിയ സമയത്തേക്ക് ഹൈ എമൗണ്ട് ഓഫ് എനർജി വേണം. അങ്ങനെ വരുന്ന സ്ഥലങ്ങളിലും നമുക്ക് ഫ്ലൈ വീൽ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എനർജി കൺസപ്ഷൻ, റിവറ്റിംഗ് മെഷീൻ, നമുക്ക് ആ റിവറ്റ് ചെയ്യുമ്പോൾ ഒരു ഹൈ എമൗണ്ട് ഓഫ് എനർജി വേണം, ബാക്കി സമയത്ത് വേണ്ട. സൈക്കിൾ കഴിയുന്ന ഷിയറിങ്, കട്ട് ചെയ്യുന്ന സ്ഥലത്ത് കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഹൈ എമൗണ്ട് ഓഫ് എനർജി വേണം. ഷിയറിങ്, പഞ്ചിങ്, റിവറ്റിങ്, ഇവിടെയൊക്കെ ആ മെഷീനുകളിലെല്ലാം ഫ്ലൈ വീലിൻ്റെ ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. അപ്പോൾ ഫ്ലൈ വീൽ എന്ത് ചെയ്യുന്നു? എനർജിയെ സ്റ്റോർ ചെയ്യുന്നു. ഡിമാൻഡ് കുറയുമ്പോൾ, സപ്ലൈ കൂടിയിരിക്കുമ്പോൾ സ്റ്റോർ ചെയ്യുന്നു. തിരിച്ച് സംഭവിക്കുമ്പോൾ ഡിമാൻഡ് കൂടി സപ്ലൈ കുറയുമ്പോൾ ആ സ്റ്റോർ ചെയ്തേക്കുന്ന എനർജി ഫ്ലൈ വീല് തിരിച്ചു വരുന്നു. ഫ്ലൈ വീൽസ് കനോട്ട് ഫോം അല്ലെങ്കിൽ ക്രിയേറ്റ് എനർജി, ഇറ്റ് ക്യാൻ ഓൺലി സ്റ്റോർ. അപ്പോൾ ഒരിക്കലും എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി, എനർജി ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ മോഷൻ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി എഞ്ചിനേ ഉള്ളൂ. അതിനെ സ്റ്റോർ ചെയ്യാനാണ് ആർക്ക് പറ്റുന്നത്? ഫ്ലൈ വീൽ. ഫ്ലൈ വീലിന് പവർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇറ്റ് ക്യാൻ സ്റ്റോർ പവർ അല്ലെങ്കിൽ എനർജി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കേസുകൾ തന്നെയാണ് ഈ പറയുന്നത്. ഇൻ എ മെഷീൻസ് വെയർ ഓപ്പറേഷൻ ഈസ് ഇൻ്റർമിറ്റൻറ്റ് ലൈക്ക് പഞ്ചിങ്, ഇതൊക്കെ പവർ കൺസ്യൂമിംഗ് ആണ്. ഷിയറിംഗ് മെഷീൻസ്, റിവറ്റിംഗ് മെഷീൻസ്, ക്രഷേഴ്സ് എക്സെട്ര. ദ ഫ്ലൈ വീൽ സ്റ്റോർസ് എനർജി ഫ്രം പവർ സോഴ്സ് ഡ്യൂറിംഗ് ദി ഗ്രേറ്റർ പോർഷൻ ഓഫ് ദി ഓപ്പറേറ്റിംഗ് സൈക്കിൾ ആൻഡ് ഗിവ് ഇറ്റ് അപ്പ് ഡ്യൂറിംഗ് എ സ്മോൾ പീരീഡ് ഓഫ് സൈക്കിൾ. ഒരു ചെറിയ വാല്യൂ നിങ്ങൾ നോക്കിയാൽ മതി. ഒരു സൈക്കിൾ ടൈം, ഒരു പഞ്ചിങ് ഓപ്പറേഷൻ്റെ സൈക്കിൾ ടൈം 10 സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. 10 സെക്കൻഡിലും പഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. ഒരു പഞ്ച് കട്ട് ചെയ്യുക അല്ലെങ്കിൽ പഞ്ച് ചെയ്ത് തിരിച്ചു പോകുകയും വീണ്ടും അതിൻ്റെ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് സൈക്കിൾ ടൈം. ആ സൈക്കിൾ ടൈമിൽ മൊത്തത്തിൽ പഞ്ചിങ് നടക്കുന്നില്ല. ഇപ്പോൾ സൈക്കിൾ ടൈം 10 സെക്കൻഡ് ആണെങ്കിൽ 1 സെക്കൻഡ് മാത്രമായിരിക്കും പഞ്ചിങ് നടക്കുന്നത്. ആ ഒരു സെക്കൻഡ് സമയത്തേക്കാണ് ഹൈ എമൗണ്ട് ഓഫ് എനർജി വേണ്ടത്. ബാക്കി 9 സെക്കൻഡ് സമയത്തും നമുക്ക് വേണ്ട എനർജി വളരെ കുറവാണ്, അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആണെന്ന് തന്നെ പറയാം. അപ്പോൾ എന്ത് ചെയ്യും? ആ 9 സെക്കൻഡിലും കിട്ടുന്ന എനർജി ഫ്ലൈ വീല് സ്റ്റോർ ചെയ്ത് വയ്ക്കും. എന്നിട്ട് ആ 1 സെക്കൻഡ് സമയത്ത് അപ്പോഴേ നമ്മളെ ഡ്രൈവിൽ നിന്നും പവർ വരും അല്ലെങ്കിൽ എനർജി വരും, ഈ സ്റ്റോർ ചെയ്ത എനർജി കൂടെ വരും. രണ്ടും കൂടെ ചേർത്ത് പഞ്ചിങ്ങിന് വേണ്ടി യൂസ് ചെയ്യും.
അപ്പോഴത്തേക്ക് സ്റ്റോർ ചെയ്തേക്കുന്ന എനർജി എല്ലാം അങ്ങ് പോവും. അപ്പോൾ വീണ്ടും ഫ്ലൈ വീലിലെ എനർജി ലെവൽ 0 ആയിട്ട് മാറും, അല്ലെങ്കിൽ ലോവസ്റ്റ് ആയിട്ട് മാറും. വീണ്ടും അടുത്ത 9 സെക്കൻഡ് എനർജി സ്റ്റോർ ചെയ്യും. ആ ഒരു ഐഡിയ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യിക്കുക. അപ്പോൾ ഫ്ലൈ വീൽ ചെയ്യുന്നത് പവർ സോഴ്സിൽ നിന്ന് എനർജി സ്റ്റോർ ചെയ്യുന്നു. എപ്പോഴാണോ നമുക്ക് ആ പവർ വേണ്ടത് അപ്പോഴത്തേക്ക് കൊടുക്കുന്നു. ഇതാണ് പവർ കൺസ്യൂമിങ് ഡിവൈസുകളിൽ ചെയ്യുന്നത്. ഇനി ഫ്ലൈ വീലും ഗവർണർ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഫങ്ഷൻ ഓഫ് എ ഗവർണർ എന്താണ്? എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ഫ്ലൈ വീലാണ്. ഫ്ലൈ വീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ സൈക്കിളിലെയും ഫ്ലക്ച്വേഷൻ കുറയ്ക്കുന്നു. പക്ഷേ ഗവർണർ ചെയ്യുന്നതോ റെഗുലേറ്റ്സ് ദി മീൻ സ്പീഡ് ഓഫ് ആൻ എൻജിൻ വെൻ ദെയർ ആർ വേരിയേഷൻ ഇൻ ലോഡ്. ലോഡിലുണ്ടാകുന്ന എക്സ്റ്റേണൽ ലോഡിലുണ്ടാകുന്ന വേരിയേഷൻ കാരണം ഉണ്ടാകുന്ന സ്പീഡിൻ്റെ ചേഞ്ചിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് ഗവർണർ. വെൻ ദി ലോഡ് ഓൺ ദി എൻജിൻ ഇൻക്രീസസ് ഇറ്റ് ബിക്കംസ് നെസസറി ടു ഇൻക്രീസ് ദി സപ്ലൈ ഓഫ് വർക്കിംഗ് ഫ്ലൂയിഡ്. ഇതാണ് ഗവർണർ ചെയ്യുന്നത്. തിരിച്ചും ആൻഡ് വൈസ് വേഴ്സ. ലോഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് സപ്ലൈ കുറയ്ക്കുക. അടുത്ത ഫ്ലൈ വീൽ ഡസ് നോട്ട് മെയിൻറ്റെയിൻ എ കോൺസ്റ്റൻറ്റ് സ്പീഡ്. ഫ്ലൈ വീൽ യൂസ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാനല്ല. ഇറ്റ് സിംപ്ലി റെഡ്യൂസസ് ദി ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്. ഒരു സൈക്കിളിൽ തന്നെയുള്ള ഫ്ലക്ച്വേഷൻ, അതായത് ഔട്ട്പുട്ട് സ്പീഡ് നമുക്ക് എത്രയാണോ വേണ്ടത് അത് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുക. ഡെസ്പൈറ്റ് വേരിയബിൾ ഇൻപുട്ട് ടോർക്ക്. ഇൻപുട്ട് ടോർക്ക് വേരി ചെയ്ത് കിട്ടിയാലും ഔട്ട്പുട്ടിലെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുക എന്നുള്ള ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്? ഫ്ലൈ വീലിനുള്ളത്. ഫ്ലൈ വീലും ഗവർണറും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. രണ്ടും ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഫ്ലൈ വീല് ചെയ്യുന്നത് ഇന്നേ സൈക്കിൾ ടോർക്കിൻ്റെ ഇൻപുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ടോർക്ക് കിട്ടുന്നതനുസരിച്ച് ഫ്ലൈ വീല് എനർജി സ്റ്റോർ ചെയ്യുന്നു. അത് ഇൻപുട്ട് ടോർക്ക് കുറയുന്ന സമയത്ത് ആ സ്റ്റോർ ചെയ്ത എനർജിയെ റിലീസ് ചെയ്യുന്നു. ഇതെല്ലാം ഒരു സൈക്കിളിൽ സംഭവിക്കും, വളരെ ഫ്രാക്ഷൻ ഓഫ് ടൈമിൽ നടക്കുക. പക്ഷേ ഗവർണർ ചെയ്യുന്നത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻജിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോഡിൽ എന്തെങ്കിലും മാറ്റം, വെളിയിൽ നിന്ന് എന്തെങ്കിലും മാറ്റം, ലോഡ് കൂടി പെട്ടെന്നൊരു കയറ്റം കയറുന്നു അല്ലെങ്കിൽ ഇറക്കം ഇറങ്ങുന്നു, ലോഡ് കുറയുകയും കൂടുകയും ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമുക്ക് എൻജിൻ്റെ സ്പീഡിനെ റെഗുലേറ്റ് ചെയ്യണം. അവിടെ യൂസ് ചെയ്യുന്നതാണ് ഗവർണർ. അത് എങ്ങനെയാണ് സാധിക്കുന്നത്? ഫ്ലൈ വീലൊന്നുമല്ല, ഫ്യൂവലിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ ഫ്ലോ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്ത്, അതാണ് ഗവർണർ ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ടേമാണ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്. എന്താണ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിമാൻഡ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഫ്ലൈ വീൽ നല്ല രീതിയിൽ എനർജി സ്റ്റോർ ചെയ്യും. ഫ്ലൈ വീൽ എനർജി സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലൈ വീലിൻ്റെ കൈനറ്റിക് എനർജി കൂടുന്നു. കൈനറ്റിക് എനർജി കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റൊട്ടേഷൻ സ്പീഡ് കൂടുന്നു. അപ്പോൾ ആ റൊട്ടേഷൻ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ആ കൂട്ടി അങ്ങ് മാക്സിമം എത്തുന്ന സ്പീഡാണ് മാക്സിമം സ്പീഡ്. അത് കണക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എനർജി റിലീസ് ചെയ്യുന്നു. എനർജി റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് റൊട്ടേഷൻ സ്പീഡ് കുറയുന്നു. അതാണ് അതിൻ്റെ മിനിമം സ്പീഡ്. ഞാൻ N1 മാക്സിമം സ്പീഡായിട്ടും N2 മിനിമം സ്പീഡായിട്ടും എടുക്കുന്നു ഡ്യൂറിങ് എ സൈക്കിൾ. ഇന്നേ സൈക്കിളിൽ ഉണ്ടാകുന്ന വേരിയേഷനാണിത്. അപ്പോൾ എങ്കിൽ അതിൻ്റെ മീൻ സ്പീഡ് എന്താണ്? N1 + N2/2. അതാണ് മീൻ സ്പീഡ്. എങ്കിൽ ചേഞ്ച് ഇൻ സ്പീഡ് എന്താണ്? ചേഞ്ച് ഇൻ സ്പീഡ് എന്ന് പറയുന്നത് N1 - N2. അപ്പോൾ ചേഞ്ച് ഇൻ സ്പീഡ് N1 - N2. എങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് എന്ന് പറയുന്നത് Δn/n. ചേഞ്ച് ഇൻ സ്പീഡ് ബൈ മീൻ സ്പീഡ്, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്. ദ റേഷ്യോ ഓഫ് മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് ടു ദി മീൻ സ്പീഡ് ഈസ് കോൾഡ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് പറയുന്നത് സ്പീഡിനുണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു മീൻ സ്പീഡ്. N1 - N2/n ആണ്. ഇക്വേഷൻ പഠിച്ചു വെക്കുക, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. ഇപ്പോൾ CS ചില ടെക്സ്റ്റിൽ അത് K ആണ്, ചിലതിൽ KS ആണ്, എന്തോ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ CS എന്ന് പഠിക്കുന്നു. ഇപ്പോൾ Δn/n അല്ലെങ്കിൽ N1 - N2/n അതാണ് CS. ഇനി ചില കേസുകളിൽ ഈ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് ± ടേമിൽ തരാറുണ്ട്. എന്താണ് ഈ ±? മീൻ സ്പീഡിൽ നിന്ന് എത്ര ശതമാനം
മുകളിലേക്ക് പോകുന്നു, എത്ര ശതമാനം താഴേക്ക് പോകുന്നു. അങ്ങനെ തരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് കണ്ടുപിടിക്കും, CS എങ്ങനെ കണ്ടുപിടിക്കും? അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ടെക്നിക്ക് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ n max 1% higher than n minimum 1% less than n. അപ്പോൾ ഞാൻ എഴുതും n1, n2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് n1 equal to n plus or minus 1% of n. അപ്പോൾ 1% കൂടാം, 1% കുറയാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ CS കണ്ടുപിടിക്കും? വളരെ സിമ്പിളാണ്. എത്ര ശതമാനമാണ് കൂടുന്നത് അല്ലെങ്കിൽ കുറയുന്നത്, അതിൻ്റെ ഡബിൾ എടുക്കുക. പ്ലസ് ഓർ മൈനസ് X% എന്ന് തരികയാണെങ്കിൽ CS എന്ന് പറയുന്നത് 2X% ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും CS? 1% കൂടുന്നു, 1% കുറയുന്നു. ഇവിടെ CS എന്ന് പറയുന്നത് 2% ആണ്. അതായത് വാല്യൂ എടുക്കുകയാണെങ്കിൽ 0.2%, 0.2, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ CS-ൻ്റെ വാല്യൂ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി CS അറിയാമെങ്കിൽ നമുക്ക് n1ഉം n2 എങ്ങനെ കണ്ടുപിടിക്കും? അതിൻ്റെ ഇക്വേഷനാണ് ഇത്. n1 ഈക്വൽ ടു n × 1 + CS/2, n2 ഈക്വൽ ടു n × 1 - CS/2. അപ്പോൾ n1 n-നേക്കാൾ കൂടുതലുമായിരിക്കും, n2 n-നേക്കാൾ കുറവുമായിരിക്കും. ഈ രണ്ട് ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. അതേ കണക്ക് CS പ്ലസ് ഓർ മൈനസ് ഇങ്ങനെ പറയാം, mean speed varies on both sides by a percentage of 2%. അപ്പോൾ ബോത്ത് സൈഡ്സ് എന്ന് പറഞ്ഞാൽ മുകളിലേക്കും താഴേക്കും, അല്ലെങ്കിൽ ഡിക്രീസസ് ആൻഡ് ഇൻക്രീസസ് ബൈ 2%. അങ്ങനെ പറയുകയാണെങ്കിൽ ഇതാണ് കേസ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ തരുന്ന പെർസെൻറ്റേജിൻ്റെ ഡബിൾ എടുക്കണം CS ആക്കാൻ. അപ്പോൾ CS എന്ന് പറയുന്നത് 2 times ആ വേരിയേഷൻ ആയിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ പ്ലസ് ഓർ മൈനസ് അല്ലെങ്കിൽ ബോത്ത് സൈഡ്സ് ഡിക്രീസിങ് ആൻഡ് ഇൻക്രീസിങ് എന്ന് പറയുകയാണെങ്കിൽ ആ തരുന്ന പെർസെൻറ്റേജിൻ്റെ 2 times എടുക്കുക എന്നുള്ളത് ഓർക്കുക. പിന്നെ n1ഉം n2ഉം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർക്കുക. ഇനി ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്താണ്? നമ്മളിപ്പോൾ ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് പറഞ്ഞു. സ്പീഡ് കൂടുമ്പോൾ ഫ്ലൈ വീലിൻ്റെ സ്പീഡ് കൂടുക എന്ന് പറഞ്ഞാൽ ആംഗുലാർ സ്പീഡ് കൂടുക. സ്പീഡ് കൂടുമ്പോൾ കൈനറ്റിക് എനർജിയും കൂടുകയും കുറയുകയും ചെയ്യും. അതായത് സ്പീഡ് കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും, സ്പീഡ് കുറയുമ്പോൾ കൈനറ്റിക് എനർജി കുറയും. എങ്ങനെ നമുക്ക് മനസ്സിലാകും? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? നമ്മൾ സാധാരണ പഠിച്ചു വെച്ചേക്കുന്ന ഇക്വേഷൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു 12mv². ലീനിയർ മോഷൻ്റെ കേസിലാണ്. പക്ഷേ റൊട്ടേഷൻ്റെ കേസിൽ വരുമ്പോൾ K എന്ത് വരും? 12 × മാസിന് പകരം മാസ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ വരും I. ലീനിയർ വെലോസിറ്റി V, ആംഗുലാർ വെലോസിറ്റി ω. അപ്പോൾ കൈനറ്റിക് എനർജി റൊട്ടേഷൻ്റെ കേസിലുള്ള ഇക്വേഷൻ K = 12 I ω². I എന്ന് പറയുന്നത് I എന്താണ്? മാസ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, ω ആംഗുലാർ വെലോസിറ്റി. During a cycle, the turning moment diagram shows the crank effort varying above and below. നമുക്ക് മീൻ ടോർക്കിനേക്കാൾ മുകളിലേക്കും താഴേക്കും പോകും. മുകളിലോട്ട് പോകുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി കൂടുന്നു. ആ സമയത്ത് സ്പീഡ് മാക്സിമം ആയിരിക്കും. നമ്മളതിനെ n1 എന്നോ ω1 എന്നോ കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം കൈനറ്റിക് എനർജി ഈക്വൽ ടു Emax 12 I. റൊട്ടേഷൻ്റെ ഇടയ്ക്ക് I മാറത്തില്ല. I എന്ന് പറയുന്നത് അതിൻ്റെ മൊമെൻ്റ്, മാസ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. അത് ഒരു ഫ്ലൈ വീലിനെ സംബന്ധിച്ച് അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും.
അതിൻ്റെ മാസും റേഡിയസും മാറാത്തിടത്തോളം കാലം ഐ കോൺസ്റ്റൻ്റ് ആയി. സ്പീഡ് മാറും. ഇപ്പോൾ സ്പീഡ് മാറുന്ന കാരണമാണ് ഈ മാറുന്നത്. അതിൻ്റെ എനർജി, കൈനറ്റിക് എനർജി മാക്സിമം മാറുന്നത്, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി മാറും. അപ്പോൾ ഈ മാക്സ് ഈക്വൽ ടു ഹാഫ് ഐ ω1². ഇനി മിനിമം കൈനറ്റിക് എനർജി എന്തായിരിക്കും? ω1 മാറി ω2 വരുന്നു. ω2 മിനിമം ആണ്. അപ്പോൾ ഈ മിനിമം എന്ന് പറയുന്നത് ഹാഫ് ഐ ω2². അപ്പോൾ മിനിമം കൈനറ്റിക് എനർജി ഒക്കേഴ്സ് വെൻ ദി സ്പീഡ് ഈസ് മിനിമം. അപ്പോൾ സ്പീഡ് മിനിമം വരുമ്പോൾ ഉള്ള ഈ മിനിമം, സ്പീഡ് മാക്സിമം വരുമ്പോൾ ഈ മാക്സ്, ഈ രണ്ട് ഇക്വേഷൻ ഓർക്കുക. അപ്പോൾ എനർജി ഫ്ലക്ച്വേറ്റ് ചെയ്യുകയാണ് മാക്സിമത്തിൽ നിന്ന് മിനിമത്തിലേക്ക്. ഇനി വളരെ ഇമ്പോർട്ടൻറ്റ് ടേം മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി, നൊട്ടേഷൻ ഡെൽറ്റ ഇ. വളരെ ഫ്ലൈ വീലിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഡെൽറ്റ ഇ. മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം കൈനറ്റിക് എനർജി ഓഫ് ദി ഫ്ലൈ വീൽ. മാക്സിമം ആൻഡ് മിനിമം കൈനറ്റിക് എനർജി ഓഫ് ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ ഈ മാക്സും ഈ മിനിമവും തമ്മിലുള്ള ഡിഫറൻസ്. ഈ മാക്സും ഈ മിനിമം, അതാ രണ്ടിൻ്റെ ഇക്വേഷൻ എഴുതി. ഹാഫ് ഐ ω1² മൈനസ് ഹാഫ് ഐ ω2². വേണമെങ്കിൽ നമുക്ക് I/2 വെളിയിൽ എഴുതിയിട്ട് ബ്രാക്കറ്റിനകത്ത് എന്തെഴുതാം? ω1² മൈനസ് ω2² എന്ന് എഴുതാം. ഇനി നമുക്ക് ഡെൽറ്റ ഇ ഈ രൂപത്തിലും എഴുതാം. ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു I ω² CS. ഇവിടെ സി എസിനെ കൊണ്ടുവന്നു, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് കൊണ്ടുവന്നു. എങ്ങനെ കൊണ്ടുവന്നു? വളരെ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇതിനെ A+B × A-B എന്ന രൂപത്തിലാക്കുക. I/2 × ω1 + ω2 × ω1 - ω2 എന്നാക്കുക. ഓക്കെ, ഇവിടെ ഈ ω + ω, അതായത് ഈ 1/2 അങ്ങോട്ട് എടുക്കുന്നു. I/2 I × ω1 + ω2/2 എന്നെടുക്കുന്നു. ഈ ω1 - ω2 പകരം നമ്മൾ പഠിച്ചു CS = ω1 - ω2/ω ആണ്. അപ്പോൾ ω1 - ω2 = എന്തെന്ന് എഴുതാം? ω × CS. അപ്പോൾ ഇത് ω1 - ω2 എന്ന് എഴുതി. ഈ ടേം എന്തായിട്ട് പോവും? ω എന്ന് പോവും. ഈ ടേം എന്തായിട്ട് പോവും? ω × CS ആവും. അപ്പോൾ ഇക്വേഷൻ എന്തായി? ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു I × ω × ω. അപ്പോൾ I ω² CS. I ω² CS. I ω² CS. ഡെൽറ്റ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു I ω² CS. പഠിച്ചു വെക്കേണ്ട ഇക്വേഷനാണ്. വളരെ 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 ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ മീൻ കൈനറ്റിക് എനർജി, മീൻ കൈനറ്റിക് എനർജി ആയിട്ട് എടുക്കുകയാണെങ്കിൽ, I ω² എന്ന് എടുക്കുകയാണെങ്കിൽ, ഇവിടെ നോക്കിയാൽ I ω² എടുക്കും. പക്ഷേ ഒരു 1 2 ഇല്ല. അപ്പോൾ 2-നെയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു 1/2 × 2 × I ω² × CS എന്നാക്കി. അപ്പോൾ ഈ I ω² / 1/2 ആരായി മാറി? E ആയി മാറി. അപ്പോൾ ഇക്വേഷൻ എന്തായി? ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു 2ECS. അപ്പോൾ 2E × CS എന്നും ഡെൽറ്റ ഇ എഴുതാറുണ്ട്. 2E × CS. അപ്പോൾ ഈ ആരാണ്? മീൻ എനർജി, മീൻ കൈനറ്റിക് എനർജി. CS കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്. ഡെൽറ്റ ഇ ആരാണ്? മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. അപ്പോൾ ഇവിടെ യാതൊരു കൺഫ്യൂഷൻ ഉണ്ടാകരുത്. മാക്സിമം കൈനറ്റിക് എനർജി മൈനസ് മിനിമം കൈനറ്റിക് എനർജിയാണ് മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. അപ്പോൾ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എങ്ങനെയൊക്കെ എഴുതാം? ഈക്വൽ ടു I ω² CS എന്ന് എഴുതാം, ഓർ ഈക്വൽ ടു 2E × CS എന്ന് എഴുതാം, ഓർ ഈക്വൽ ടു ഹാഫ് × I × ω1². അതായത് കൈനറ്റിക് എനർജികളുടെ ഡിഫറൻസ് ആയിട്ട് എഴുതാം. Y/2 × ω1² - ω2². അപ്പോൾ പല രീതിയിൽ എഴുതാം. നമുക്ക് ഏത്
ഇൻപുട്ടാണോ തരുന്നത് അതിനനുസരിച്ച് നമ്മൾ ഡെൽറ്റ ഇ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് ചെയ്യുന്നു. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് ടേമാണ് മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. ഇനി അടുത്തത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് പറഞ്ഞായിരുന്നു. അതെന്താണ്? ചേഞ്ച് ഇൻ സ്പീഡ് ബൈ മീൻ സ്പീഡ്. ഇവിടെയോ എങ്ങനെ ഡിഫൈൻ ചെയ്തത് നോക്കാം. റേഷ്യോ ഓഫ് മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. ആരാണ് ഈ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി? ഇത് ഡെൽറ്റ ഇ ആണ്. ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ പെർ സൈക്കിൾ. എന്താണ് ഈ വർക്ക് ഡൺ പെർ സൈക്കിൾ? നമ്മൾ ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം പറഞ്ഞപ്പോൾ പഠിച്ചു. ഏരിയ അണ്ടർ ടി തീറ്റ ഡയഗ്രാം ആണ് വർക്ക് ഡൺ. ഒരു സൈക്കിളിലെ ഏരിയ എന്ന് പറയുന്നത് വർക്ക് ഡൺ. ആ വർക്ക് ഡൺ ആണ് ഈ ഡബ്ല്യു വർക്ക് ഡൺ. അതിനെ എങ്ങനെ കണ്ടുപിടിക്കാം? ടി മീൻ ഇൻറ്റു തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ റിക്വയർഡ് ഫോർ വൺ സൈക്കിൾ. ഒരു സൈക്കിളിൽ എത്ര ആംഗിൾ ടേൺ ചെയ്തു. ടി മീൻ ഇൻറ്റു തീറ്റ ആണ് വർക്ക് ഡൺ. ഡെൽറ്റ ഇക്ക് പല ഇക്വേഷൻ ഉണ്ട്. ഏത് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഹാഫില്ല ഐ ഒമേഗ സ്ക്വയർ സി എസ് എന്നെടുക്കാം, അല്ലെങ്കിൽ 2e ഇൻറ്റു സി എസ് എന്നെടുക്കാം, അല്ലെങ്കിൽ ഹാഫ് ഐ ഒമേഗ 1 സ്ക്വയർ മൈനസ് ഒമേഗ 2 സ്ക്വയർ എന്നെടുക്കാം. അപ്പോൾ സിഇ ചില ടെക്സ്റ്റിൽ കെ ഇ ആണ്. ഇവിടെ സിഇയും സി എസും, അവിടെ കെ ഇയും കെ ഇസും വരാം, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഫ്ലക്ച്വേഷൻ ഓഫ് മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ, അതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ രണ്ട് കോഎഫിഷ്യൻ്റ് ഉണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. ആരായിരുന്നു സി എസ്? സി എസ് എന്ന് പറയുന്നത് n1 മൈനസ് n2 ഡിവൈഡഡ് ബൈ n. ചേഞ്ച് ഇൻ സ്പീഡ് ബൈ മീൻ സ്പീഡ്. അപ്പോൾ തീറ്റ, അപ്പോൾ തീറ്റ വെച്ചിട്ടാണ് ഡബ്ല്യു കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. ഡബ്ല്യു ഈക്വൽ ടി മീൻ ഇൻറ്റു തീറ്റ. ഇനി തീറ്റ ഏതൊക്കെ വാല്യൂ എടുക്കണമെന്ന് പറഞ്ഞു? സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ആംഗിളാണ് തീറ്റ. 2 സ്ട്രോക്ക് ആണെങ്കിൽ ഒരു റൊട്ടേഷൻ മതി. ഒരു റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 2π ആണ്. 4 സ്ട്രോക്ക് എഞ്ചിൻ ആണെങ്കിലോ 2 റൊട്ടേഷൻ കഴിയുമ്പോഴേ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അവിടെ 4π ആണ് ആംഗിളായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ 4πയും 2π. ഓക്കെ, അപ്പോൾ തീറ്റ എടുക്കേണ്ട വാല്യൂ എന്താണെന്ന് ഓർക്കുക. 2π ഇൻ കേസ് ഓഫ് 2 സ്ട്രോക്ക് എഞ്ചിൻ, 4π ഇൻ കേസ് ഓഫ് 4 സ്ട്രോക്ക് എഞ്ചിൻ, 2π ഇൻ കേസ് ഓഫ് 2 സ്ട്രോക്ക് എഞ്ചിൻ. ഓക്കെ, നമുക്ക് കുറച്ച് MCQ നോക്കാം. The ratio of maximum fluctuation of energy to the work done per the cycle. Maximum fluctuation of energy delta E divided by work done per cycle. Work done per cycle എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? W. തൊട്ട് മുമ്പേ അങ്ങോട്ട് പഠിച്ചോളൂ. ആരാണ്? കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. അതായത് CE ആണ് ഐറ്റം. CE ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് ഫ്രിക്ഷൻ ഓഫ് സ്പീഡ്. അങ്ങനെ ഒരു ടേം ഇല്ല. വർക്ക് ഡൺ റേഷ്യോ ഇല്ല. ഫ്ലക്ച്വേഷൻ റേഷ്യോ അങ്ങനെ ഒരു ടേം ഒന്നുമില്ല. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. ഇനി ഇഫ് CF ഈസ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് ഫ്ലൈവീൽ കോഎഫിഷ്യൻ്റ് ഓഫ് സ്പീഡ് ഫ്ലക്ച്വേഷൻ. അപ്പോൾ CS നമ്മൾ CS എന്ന് പഠിച്ചാണ് ഇവിടെ CF. ദെൻ ദി റേഷ്യോ ഓഫ് മാക്സിമം സ്പീഡ് ടു മിനിമം സ്പീഡ്. മാക്സിമം മിനിമം തമ്മിലുള്ള റേഷ്യോ എന്താണ്? അപ്പോൾ CSൻ്റെ റിലേഷൻ അറിയണം. CSൻ്റെ റിലേഷൻ CS അല്ലെങ്കിൽ CF. നമ്മളിവിടെ CF എന്ന് എടുക്കാം. അപ്പോൾ CF ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? നമുക്ക് എന്നിലും എഴുതാം ഒമേഗയിലും എഴുതാം. അപ്പോൾ ഇവിടെ മാക്സും മിനിമമാണ്, 1ഉം 2ഉം അല്ല. അപ്പോൾ ഒമേഗ മാക്സ് മൈനസ് ഒമേഗ മിനിമം ഡിവൈഡഡ് ബൈ ഒമേഗ. ഇനി ഒമേഗ ആരാണ്? ഒമേഗ മാക്സ് പ്ലസ് ഒമേഗ മിനിമം ബൈ 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒമേഗ മാക്സ് മൈനസ് ഒമേഗ മിനിമം ഡിവൈഡഡ് ബൈ ഒമേഗ മാക്സ് പ്ലസ് ഒമേഗ മിനിമം ഡിവൈഡഡ് ബൈ 2.
ഇനി നമുക്ക് വേണ്ട റേഷ്യോ എന്താണെന്ന് നോക്കാം. ഒമേഗ മാക്സ് പ്ലസ് ഒമേഗ മിനിമം. അപ്പോൾ ഈ മുകളിലും താഴെയും ഒമേഗ മിനിമം ഇനി കോമൺ എടുക്കുക. അപ്പോൾ ഒമേഗ മിനിമം കോമൺ എടുക്കുമ്പോൾ സി എഫ് ഈക്വൽ ടു, ഇവിടെ ഒമേഗ മിനിമം കോമൺ എടുക്കുമ്പോൾ ഒമേഗ മാക്സ് മൈനസ് ഒമേഗ മിനിമം -1, ഈ 2 അങ്ങ് മുകളിൽ പോവും, ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും, ഒമേഗ മാക്സ് മൈനസ് ഒമേഗ മിനിമം +1 ആണല്ലോ. ഇനി നമുക്ക് വേണ്ടത് ഒമേഗ മാക്സ് പ്ലസ് ഒമേഗ. ഇനി അങ്ങോട്ട് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യാം. ഞാൻ എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇതിനെ എക്സ് എന്നങ്ങ് എടുക്കുന്നു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി എഴുതാം, പെട്ടെന്ന് എഴുതാം. ഒമേഗ മാക്സ് ബൈ ഒമേഗ മിനിമത്തിനെ ഞാൻ എക്സ് എന്ന് എടുക്കുന്നു. സി എഫ് ഇൻറ്റു 1 + x ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ x + 1 ഈക്വൽ ടു 2 ഇൻറ്റു x - 1. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് വേണ്ടത് എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ സി എഫ് പ്ലസ് എക്സ് സി എഫ് ഈക്വൽ ടു 2x - 2. ഓക്കെ, ഇനി എക്സിനെ എല്ലാം ഒരു സൈഡ് കൊണ്ടുപോവുക. എക്സിനെ ഒരു സൈഡ് കൊണ്ടുപോകുമ്പോഴത്തേക്ക് എക്സ് സി എഫ് മൈനസ് 2x ഈക്വൽ ടു -2 മൈനസ് സി എഫ്. ഓക്കെ, അപ്പോൾ ഇതിൽ എക്സ് കോമൺ എടുക്കുക. എക്സ് കോമൺ എടുക്കുമ്പോൾ സി എഫ് -2 ഈസ് ഈക്വൽ ടു -2 പ്ലസ് സി എഫ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 + CF ഡിവൈഡഡ് ബൈ, ഈ താഴെ അങ്ങ് തിരിക്കുന്നു. താഴെ തിരിക്കുമ്പോൾ നെഗറ്റീവ് മാറ്റാൻ വേണ്ടി CF -2 എന്ന് പറയുന്നത് 2 - CF. ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ടോ? അപ്പോൾ എക്സ് ഈക്വൽ ടു ഒമേഗ മാക്സ് ബൈ ഒമേഗ മിനിമം ഈക്വൽ ടു 2 + CF ഡിവൈഡഡ് ബൈ 2 - CF. 2 + CF ഡിവൈഡഡ് ബൈ 2 - CF. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇത് കാണാൻ പഠിച്ചു വേണമെങ്കിൽ വയ്ക്കാം. 2 തവണ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റിനെ. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 + CF ഡിവൈഡഡ് ബൈ 2 - CF. അടുത്ത, the turning moment diagram for a single cylinder double acting steam engine consists of positive and negative loops above and below the average torque. For the positive loop, the ratio of speeds of flywheel at the beginning and the end is. അപ്പോൾ എന്താണ് ഈ പോസിറ്റീവ് സ്ലോപ്പ്? ടേണിംഗ് മൊമെന്റ് ഡയഗ്രത്തിലാണ്. അപ്പോൾ ഇത് മീൻ ടോർക്ക് ലൈനാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതാണ് പോസിറ്റീവ്, ഇതാണ് നെഗറ്റീവ്. ഓക്കെ, ഫോർ ദി പോസിറ്റീവ് ലൂപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ്ട് ഇവിടെ തുടങ്ങി ഇവിടെ എൻഡ് ചെയ്യുന്നു. ദ റേഷ്യോ സ്പീഡ്സ് ഓഫ് ഫ്ലൈ വീൽ അറ്റ് ദി ബിഗിനിങ് ആൻഡ് ദി എൻഡ്. ഇവിടുത്തെ റേഷ്യോ, സ്പീഡിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്.
അറ്റ് ദി ബിഗിനിങ് ആൻഡ് ദി എൻഡ്. അപ്പോൾ ബിഗിനിങ്ങിലെ സ്പീഡിൻ്റെയും എൻഡിലെ സ്പീഡിൻ്റെ, അപ്പം ഞാൻ ഇവിടുത്തെ സ്പീഡിനെ ω1 എന്നും അല്ലെങ്കിൽ N1 എന്നും ഇവിടുത്തെ സ്പീഡിനെ N2 എന്നും എടുക്കുന്നു. നമുക്ക് പറയാൻ പറ്റും ഏത് സ്പീഡാണ് വലുത്. എങ്ങനെ പറയാൻ പറ്റും? ഇത് പോസിറ്റീവ് സമയത്ത് ഫ്ലൈ വീലിലേക്ക് എനർജി കയറുകയാണ്. എനർജി കയറുമ്പോൾ ഇവിടെ എത്തുമ്പോഴാണ് പോസിറ്റീവിലേക്ക് മാറുന്നത്. അവിടം വരെ അവിടെ എനർജി കുറവാണ്. എനർജി കുറവെന്ന് പറഞ്ഞാൽ സ്പീഡ് കുറവാണ്. എനർജി കൂടി ഇൻക്രീസ് ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ മാക്സിമം എനർജി എത്തും. മാക്സിമം എനർജി എത്തുന്നെന്ന് പറഞ്ഞാൽ മാക്സിമം സ്പീഡ് എത്തും. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് N2 > N1 ആയിരിക്കും. ഇവിടുത്തെ സ്പീഡ്, ഇവിടെ എത്തുമ്പോഴുള്ള ഫ്ലൈ വീലിൻ്റെ സ്പീഡും ഇവിടെ എത്തുമ്പോഴുള്ള ഫ്ലൈ വീലിൻ്റെ സ്പീഡും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ N2 വലുതും N1 ചെറുതുമായിരിക്കും. അപ്പോൾ ആരുടെ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്? ബിഗിനിങ്ങിലെയും എൻഡിലെയാണ്. അപ്പോൾ N1/N2 ആണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് വലുത്? N1 ചെറുതും N2 വലുതുമാണ്. ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമാണ്. അപ്പോൾ ആൻസർ എന്താണ്? << യൂണിറ്റി. അപ്പോൾ ഈ കേസിൻ്റെ ഇത് നമ്മുടെ കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് മാത്രമുള്ളൊരു ക്വസ്റ്റ്യനാണ്. എവിടെ സ്പീഡ് കൂടുതലാണ്, എവിടെ സ്പീഡ്. അപ്പോൾ പോസിറ്റീവ് ലൂപ്പിലേക്ക് കയറുമ്പോൾ തുടക്കത്തിൽ സ്പീഡ് കുറവും എൻഡിൽ സ്പീഡ് കൂടുതലുമായിരിക്കും. ഇനി ഇവിടെയോ നെഗറ്റീവ് ലൂപ്പിലോട്ട് കയറുമ്പോൾ സ്പീഡ് കൂടുതലും ഇറങ്ങുമ്പോൾ സ്പീഡ് കുറവുമായിരിക്കും. അങ്ങനെ ഓർത്ത് വെച്ചേക്കുക. ഇനി കൺസിഡർ എ ഫ്ലൈ വീൽ ഫിറ്റഡ് ടു ദി ക്രാങ്ക് ഷാഫ്റ്റ് of an engine that develops units of indicated work per revolution, taking permissible limits of the coefficients of fluctuation of energy and speed as Ke and Ks respectively. The kinetic energy of the flywheel is. Kinetic energy of flywheel എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു ഫ്ലൈ വീല് ഫിറ്റഡ് ടു ദി ക്രാങ്ക് ഷാഫ്റ്റ് ആണ്. എൻജിൻ ഡെവലപ്പ് ചെയ്യുന്ന വർക്ക് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഡിക്കേറ്റഡ് വർക്ക് അപ്പോൾ പെർ റെവല്യൂഷൻ, ഏത് 2 സ്ട്രോക്ക് ആണോ 4 സ്ട്രോക്ക് ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. നമുക്കിപ്പോൾ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൈക്കിളിലെ എന്നുള്ള വേർഡ് കൺസെപ്റ്റിൽ എടുക്കാം. അപ്പോൾ ഒരു സൈക്കിളിൽ ജനറേറ്റ് ചെയ്യുന്ന വർക്കാണ് ഇ. ഇവിടെ ഇ നമ്മുടെ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഇ എന്ന് പറയുന്നത് ആവറേജ് കൈനറ്റിക് എനർജിയാണ്. ഇവിടെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി തന്നെയാണ് ഇ എന്ന് പറയുന്ന വർക്കായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ യൂസ് ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നതാണ് ഇ. ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ദി കൈനറ്റിക് എനർജി ഓഫ് ദി ഫ്ലൈ വീൽ. നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ KE ഇക്വേഷനാണ് ഇവിടെ. KE കാരണം KE എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. KE ഇക്വേഷൻ എന്താണ് പഠിച്ചു വെച്ചേക്കുന്നത്? ∆E /W എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ പഠിച്ചത്. മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ പെർ സൈക്കിൾ. ഈ ∆Eയിൽ എനിക്ക് CS കൊണ്ടുവരാം. CS ആണ് ഇവിടുത്തെ KS, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്. KE ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. ഈ CE എന്ന് പഠിച്ചു വെച്ചേക്കുന്ന ഐറ്റം തന്നെയാണ് KE. അപ്പോൾ ∆E എങ്ങനെ എഴുതാം? ∆Eയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ഇക്വേഷൻ ∆E = 2 × E × CS. 2 × E × CS. E ആണ് കൈനറ്റിക് എനർജി, അല്ല അല്ല. ഇവിടുത്തെ E എന്ന് പറഞ്ഞാൽ മീൻ കൈനറ്റിക് എനർജി. അവിടെ മീൻ കൈനറ്റിക് എനർജി ഓഫ് ഫ്ലൈ വീലാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ മീൻ കൈനറ്റിക് എനർജി E ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ദി ഫ്ലൈ വീൽ ഈസ്. അപ്പോൾ ഇത് നമ്മൾ E ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിനെ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി KE എന്നെടുത്തു. ∆E = 2 × KE × CS. ഇതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ KE = ∆E = 2 KE. CS പകരം നമ്മൾ യൂസ് ചെയ്യേണ്ടത് KS ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന KS എന്നാണ്. ഫുള്ള് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ KS.
2KE/KS ഡിവൈഡഡ് ബൈ W ആരാണ് തന്നേക്കുന്നത്? E. ക്വസ്റ്റ്യനിൽ വർക്ക് ഡൺ E എന്നാണ് തന്നേക്കുന്നത്. നമുക്ക് വേണ്ടത് KE കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. KE കൈനറ്റിക് എനർജി ഓഫ് ഫ്ലൈ വീൽ ഈക്വൽ ടു ബാക്കിയെല്ലാം അപ്പുറം കൊണ്ടുപോകും. ഈ മോളിൽ പോവും, 2 താഴെ വരും, KS താഴെ വരും. അപ്പോൾ KE/KS ഇൻറ്റു E/2. KE/KS ഇൻറ്റു E/2. KE/KS ഇൻറ്റു E/2. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. If the speed of the engine varies between 390 and 410 rpm in a cycle of operation, the coefficient of fluctuation of speed. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. CS ആണ് ചോദിച്ചിരിക്കുന്നത്. CS RPMൻ്റെ ടേംസിൽ N1 - N2/N. ഇവിടെ N എന്ത് വരും? 390/410/2. 800/2 400. അപ്പോൾ ഇവിടെ എത്ര വരും? ഡിഫറൻസ് എത്ര വരും? 20. 410 - 390 20. 20 - 20/400. 0 പോയി 1/20. 1/20 ആരാണ്? 0.05. 1/20 0.05. Identify the incorrect statement. Turning moment diagram is a graphical representation of turning moment or crank effort for various position of the crank. ആണ് T-theta ഡയഗ്രാം എന്ന് പറയുന്നത് ടേണിംഗ് മൊമെൻറ്റും അതായത് Tയും തീറ്റയും തമ്മിലുള്ളതാണ് കാണിക്കുന്നത്. The area of turning moment diagram represents work done. കറക്റ്റ് ആണ്. A കറക്റ്റ് ആണ്. B കറക്റ്റ് ആണ്. The variation of energy above and below the mean resisting torque line is called fluctuation of energy. അപ്പോൾ മുകളിലോട്ടുള്ള ഏരിയയും താഴേക്കുള്ള ഏരിയ ആ ഡിഫറൻസ് ആണ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. കറക്റ്റ് ആണ്. ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി അതായത് CE ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് വർക്ക് ഡൺ പെർ സൈക്കിൾ ടു ദി മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. അപ്പോൾ CE എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. ഇത് തെറ്റാണ്. നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട CE ഈക്വൽ ടു എന്താണ്? ΔE/W എന്നാണ്. അപ്പോൾ ΔE/W എന്നാണ്. അപ്പോൾ ഇതാണ് റോങ് ആൻസർ. അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് D. If a flywheel has a mass of moment of inertia I rotating at a mean speed omega, the kinetic energy is E and the coefficient of fluctuation of speed is CS, then the maximum fluctuation of energy in a flywheel will be equal to. അപ്പോൾ ഫ്ലക്ച്വേഷൻ ഓഫ് ΔE ആണ് ചോദിച്ചിരിക്കുന്നത്. ΔEക്ക് നമുക്ക് എങ്ങനെ എഴുതാം ഇക്വേഷൻ? I⍵² CS എന്ന് എഴുതാമെന്ന് നമ്മൾ പറഞ്ഞു. 2ECS എന്ന് എഴുതാമെന്ന് പറഞ്ഞു. I/2 ω2² അല്ലെങ്കിൽ ω1² - ω2² എന്ന് എഴുതാമെന്ന് പറഞ്ഞു. ഓക്കെ, ഇതിൽ ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട്? ഇതിവിടെ ഉണ്ട്, ഇതുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും കറക്റ്റ് സമയത്ത് ഇതും വരും. ഇതെങ്ങനെ വരാം? ഇതെങ്ങനെ എത്തിക്കാം? A+B × A - B. I/2 × ω1 + ω2 × ω1 - ω2. ആരാണിത്? ω1 + ω2/2. ഈ ടൈം ചേർന്ന് ഒമേഗയായി. അപ്പോൾ I × ω × ω1 - ω2. All of the above ആണ് ആൻസർ. The turning moment during the compression stroke of a 4-stroke IC engine. അപ്പോൾ നമുക്ക് T-theta ഡയഗ്രാം അറിയണം 4 സ്ട്രോക്കിൻ്റെ.
പൈ, 2π, 3π, 4π. പൈ, 2π, 3π, 4π. എങ്ങനെയാണ് വേരിയേഷൻ? ഇവിടെ വന്ന് ചെറുതായിട്ട് പോസിറ്റീവായി, താഴെ ഫുള്ള് നെഗറ്റീവ്, മാക്സിമം. ഇതാണ് ഡയഗ്രാം. അപ്പോൾ നോക്കിയേ, കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത് പൈ മുതൽ 2π വരെയാണ് കംപ്രഷൻ സ്ട്രോക്ക്. അവിടെ എന്താ നോക്കിയേ, ഫുൾ നെഗറ്റീവാണ്, ത്രൂ ഔട്ട് നെഗറ്റീവ്. പോസിറ്റീവ് ഫോർ ദി മെജോറിറ്റി ഓഫ് സ്ട്രോക്ക് വരണമെങ്കിൽ അത് എക്സ്പാൻഷൻ സ്ട്രോക്ക് വരണം. നെഗറ്റീവ് ഫോർ ദി മെജോറിറ്റി, പോസിറ്റീവ് ഫോർ ദി മെജോറിറ്റി ഓഫ് സ്ട്രോക്ക്. പോസിറ്റീവ് ഫോർ മെജോറിറ്റി ഓഫ് സ്ട്രോക്ക് അങ്ങനൊരു സാധനം ഇവിടെ ഇല്ല, ഇങ്ങനൊരു ഓപ്ഷൻ ഇല്ല. നെഗറ്റീവ് ഫോർ ദി മെജോറിറ്റി ഓഫ് സ്ട്രോക്ക്. നെഗറ്റീവ് ഫോർ മെജോറിറ്റി രണ്ടിടത്തുണ്ട്. എവിടെ? സക്ഷൻ സ്ട്രോക്കിലും നെഗറ്റീവാണ് കൂടുതലും, എക്സോസ്റ്റിലും നെഗറ്റീവാണ് കൂടുതലും. ത്രൂ ഔട്ട് പോസിറ്റീവാണ് എക്സ്പാൻഷൻ. അപ്പോൾ ത്രൂ ഔട്ട് നെഗറ്റീവ് വരുന്നത് കംപ്രഷൻ. കംപ്രസീവ് സ്ട്രോക്കിലാണ് ത്രൂ ഔട്ട് നെഗറ്റീവ്. The speed variation of an engine caused by fluctuation of an engine turning moment is controlled by. Speed variation of engine caused by the fluctuation of engine turning. അപ്പം എൻജിൻ്റെ ടേണിംഗ് മൊമെൻറ്റ് ഫ്ലക്ച്വേഷൻ കാരണം ഉണ്ടാകുന്ന സ്പീഡ് വേരിയേഷനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഫ്ലൈ വീലാണോ ഗവർണറാണോ? ഫ്ലൈ വീലാണ് ആൻസർ. ഗവർണർ എൻജിനിലെ ലോഡിന് വേരിയേഷൻ കാരണം ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ റെഡ്യൂസ് ചെയ്യുന്നതാണ് ഗവർണർ, അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതാണ്. ഇത് ആൻസർ ഫ്ലൈ വീലാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ഫ്ലൈ വീൽ എന്താണ്, അതിൻ്റെ ബേസിക് പാരാമീറ്റേഴ്സ് എന്താണ്, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്, ഫ്ലൈ വീലിൻ്റെ യൂസ് എന്താണ്, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി, അത് തമ്മിലുള്ള റിലേഷൻസ്, ഇത്രയാണ്. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലൈ വീലിൻ്റെ ഡയമെൻഷൻ, ഫ്ലൈ വീലിൻ്റെ ഷേപ്പ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഓൾ.